ഇന്ന് കേരളത്തിലെ അല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചൂഷകർ ആരാ? AP ടീം. AP ഉസ്താനും സുലൈമാൻ ഉസ്താനൊക്കെ തൽക്കാലം മാറ്റിക്കാളി, ബാക്കി അല്ലീനാണ് ഉൾപ്പെടുത്തിയിരിക്കും. ഞാൻ പറയാൻ കാരണം ഇപ്പം ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാർ കുഞ്ഞാപ്പോണ്ട് ഓല് പറയുന്നതാ ഓൺലൈൻ മജ്ലിസുകൾ ഫുള്ള് തട്ടിപ്പാണ്. ആ തങ്ങളവിടെ എന്താ നൂറെ അബീബോ എന്തോ ഒരു പേരൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളതിൻ്റെ പ്രചാരകരൊന്നുമല്ല. പക്ഷെ ഇവർ പറയുന്ന പോയിന്റ് എന്താ അറിയോ? ആ മജ്ലിസ് നടത്തുന്നു, നൂറെ മജ്ലിസ് കൊണ്ട് ഓൺലൈൻ മജ്ലിസ് കൊണ്ട് തട്ടിത്തടഞ്ഞിട്ട് നടക്കാൻ വയ്യ. എടോ നിങ്ങൾ അനുകൂലിക്കുന്ന നിങ്ങളെ സ്വന്തം ഓൺലൈൻ മജ്ലിസ് ഇല്ലേ, മക്കീയം മദനീയം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലേ കുറേ സാധനങ്ങൾ. എന്താ അവിടെ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തത്? ഇപ്പം അതാ പറയണത്, പെണ്ണുങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ദിക്റല്ലാണ്, ഒറ്റ പെണ്ണിനും ഭർത്താവിന് കിട്ടണില്ല. അതാണ് ഇവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അതപ്പോൾ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഭർത്താക്കന്മാർ ഒരു പെണ്ണിനും കിട്ടണില്ല, ഒക്കെ മാലി എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് ഭർത്താവ് ചോദിച്ചാണ് ഇപ്പോൾ ഇവള് അൽഹംദുലില്ലാ. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, എന്താ നിങ്ങൾക്ക് ഈ മജ്ലിസുകൾക്കെതിരെ പറയാൻ? ഒരു വിഹിതം നിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടോ? അതെന്താ ഈ പറയാത്ത? അവനവന്റെ അക്കൗണ്ടിലേക്ക് വിഹിതം വരുന്ന ഓൺലൈൻ മജ്ലിസുകളെ നിലനിർത്തൽ ഇത് എടുത്ത സംഗതിയാണ്. ഒരാള് അവിടെ മജ്ലിസിൽ വന്നു ഉത്തര ഫലം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ചൂഷണമാണ്, ചെയ്യാൻ പാടുണ്ടോ? മറ്റേ മീൻ വറുക്കണങ്ങായില്ല ഓനൊക്കെ ഇറങ്ങിന്, പലതും കൂടി ഇറങ്ങിയിട്ട് ഇതാവും. ഞാൻ ചോദിക്കട്ടെ, ഇതിവിടെ ഏറ്റവും കൂടുതൽ നടത്തിയ ആളാരാ? ഒരു കറാമത്തുമില്ലാതെ ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ കള്ളത്തരം പറഞ്ഞ് പൈസ ഉണ്ടാക്കിയനാരാ? സ്വന്തം മക്കളെ വരെ ആഡംബര ജീവിതം നയിപ്പിച്ച് സുഖലോലുപനായി വാഴുന്ന ഏറ്റവും വലിയ ധിക്കാരി ആരാ? സാക്ഷാൽ നിയൽവാദി. എന്താ നിങ്ങൾ അയാളെ പറയാത്ത? അയാളല്ലേ ഇത് കാണിച്ചു കൊടുത്ത്? ഇവിടെ ആരൊക്കെ ചൂഷണം നിങ്ങളെ ഭാഷയിൽ പറയാം, നിങ്ങളെ ഭാഷയിൽ. ഞങ്ങളാ പണി ചെയ്യാറില്ല. ഞങ്ങളിപ്പോൾ ഞാൻ വന്നിട്ട് എൻ്റെ കറാമത്തുണ്ട് എന്ന് ഞാൻ വിളിച്ചു പറയുന്നുണ്ടോ? ഞങ്ങളെ മശായിഖിന് തന്നെ ആയിരക്കണക്കിന് പറയാണ്ട്. അപ്പം നിങ്ങളോട് പറയേണ്ടിയല്ലോ. ഞങ്ങളെപ്പോഴും പറയണ എന്താ, ഞങ്ങളെ മശായിഖന്മാരെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല. നിങ്ങളൊക്കെ വരും വേണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ പോകാൻ സമയം കിട്ടാതെ നിൽക്കുക. ഒരു സമയം അനുവദിച്ചാലല്ലേ നമുക്ക് എടുത്തു പോയിരിക്കാൻ പറ്റൂ. പോകാൻ ആഗ്രഹിക്കണവർക്ക് തന്നെ കിട്ടണില്ലത്. അത് കിബിരീത്തുൽ അഹ്മറല്ലേ. അതുകൊണ്ട് നിങ്ങൾ വരണ്ടതിന് ആരെങ്ങളെ വിളിച്ചു അതിനിവിടെ. പക്ഷെ ഞങ്ങൾ പറഞ്ഞ എന്താ, നിങ്ങൾ പറയുമ്പോൾ ഉള്ളത് പറയണം, തോന്നിവാസം പറയരുത്. അതൊക്കെ ഞങ്ങൾ കൃത്യമാക്കി തന്നതാ. ഇവിടെ ഏറ്റവും വലിയ ചൂഷകരാരാ? ഒന്ന് രണ്ടെണ്ണം നോക്കുങ്ങൾ. അന്ന് എത്രയോ മുമ്പ്, ഇന്ന് ഈ നൂറെ ഹബീബും പിന്നെ മാഷാൽ ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ ഏറ്റവും വലിയ ചൂഷകർ ആരാന്ന് നിങ്ങൾ സാക്ഷാൽ പേരോടാ. അയാൾ അതൊക്കെ കാണിച്ചു കൊടുത്ത് അയാളെ സ്ഥാപനത്തിന് കറാമത്തുണ്ട് എന്നാണ്. കല്ലിനും മുള്ളിനും ഒക്കെ ഇങ്ങനെ കറാമത്തുണ്ടാക്കിയ ആൾ അയാൾ. അന്നത്തെ ഒരു പഴയ പ്രസംഗം വെച്ചു കൊടുക്കും. സിറാജുൽ ഹുദ സമ്മേളന ദിവസം ഞാൻ സിറാജുൽ ഹുദ അത്ഭുതങ്ങൾ എന്ന പുസ്തകം വാങ്ങി. സിറാജുൽ ഹുദ സമ്മേളനത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഉമ്മാന്റെ കയ്യിൽ നിന്നും കല്യാണത്തിന് പോയി തിരിച്ചു വന്ന് 2 വള കാണാൻ മേലുദ്ധരിച്ച പുസ്തകം സമ്മേളന സമാപന ദിവസം രാത്രി വായിക്കുകയും ഞാൻ 313 രൂപ സിറാജിലേക്ക് നേർച്ചയാക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, എന്റെ സഹോദരന്റെ ചെറിയ മകൾ സ്വപ്നത്തിലൂടെ വളയുള്ള സ്ഥലം കാണുകയും രാവിലെ തന്നെ മറ്റൊരു വീട്ടിന്റെ മേലത്തെ റൂമിൽ വെച്ച് സ്വപ്ന ദർശനം കണ്ട പെണ്ണ് സാധനം എടുത്തു തരികയും ചെയ്തു എന്ന് പുതിയപുരയിൽ അബ്ദുൽ ഖാദിർ ഇൻഡെക്സ് ബനിയൻ ചാവശ്ശേരി നേർച്ചയാക്കിയ ഇയാള് ഈ ചങ്ങാതിയാണ് ഈ പതിവുണ്ടാക്കിയത്. സ്വപ്നം കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ട പിശാചാവെന്ന് പറഞ്ഞ ആളാണ് ഇയാളെ സ്ഥാപനത്തിന്റെ കറാമത്തായി സ്വപ്നം പറയുന്നത്. ഒരു ബുക്ക് തന്നെ ഇറക്കി, സിറാജുൽ ഹുദയും അത്ഭുതങ്ങളും. ഒരു ഓൺലൈൻ മജ്ലിസും ഇറക്കിയിട്ടില്ല, ഒരു മൊയ്ലിയാരും ഒരു തങ്ങളും ഇറക്കിയിട്ടില്ല. ഏറ്റവും വലിയ ചൂഷകൻ സാക്ഷാൽ പേരോടാണോ അയാൾ അതിന് മാതൃക കാണിച്ചു കൊടുത്ത്. ഈ പറഞ്ഞിൽ ഏതെങ്കിലും സത്യം ആയ കറാമത്തുണ്ടാവോ? കറാമത്ത് ആർക്കാണ്ടാകുക? വലിയനല്ലേ. ഇയാൾ ഇസ്ലാമിൽ തന്നെ ഉണ്ടോ? ഇവനെങ്ങനെ കറാമത്തുണ്ടാകുക? അപ്പൊ ഈ ബുക്ക് ഇവിടെ ഇറക്കി. ഇതാണ് ഒന്ന്. ഇതടുത്ത് സ്വലാത്ത് നഗർ അത്ഭുതങ്ങളും. ഹുസൈനാരെ കുറ്റം പറഞ്ഞ ഈ ദുരന്തം നടന്ന ദുരന്ത ഭൂമിയിൽ എങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടായി?
ഇങ്ങനെ ബുക്കിറക്കിയ ഒരു മജ്‌ലിസും ഇവിടെ ഇല്ല. നിങ്ങളതിൻ്റെ ആൾക്കാർ ഒക്കെ ഒരേ കണക്ക് തന്നെ. പിന്നെ എയർപിൻ നിങ്ങൾക്ക് ഓർമ്മല്ലേ കറാമത്ത് കട്ടത്, അതുകൂടി കാണിച്ചു കൊടുക്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ ബാപ്പ 500 രൂപ സിറാജ് ഉള്ളിലേക്ക് നിറച്ചു. എയർപിൻ അങ്ങനെ തന്നെ കേറി വന്നിട്ട് വായി വിടാൻ പുറത്തു പോയി. ബേജാറായി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ ബാപ്പ 500 രൂപ സിറാജ് ഉള്ളിലേക്ക് നിറച്ചു. എയർപിൻ അങ്ങനെ തന്നെ കയറി ഓട്ടോറിക്ഷ വിളിച്ച് പുറത്തു കൂടി ജാതിൽ പോന്നു. ഇവിടെ ഞാൻ പറയുന്ന ഇവർ ചെയ്യുന്ന വിരോധാഭാസം വേറൊരാൾക്കാരെ പിന്നിൽ പോയിട്ട് ചൂഷകര് എന്തെല്ലാം വിളിച്ചു പറയാ, ജിന്ന് മഹദറാദ്. ഈ ജിന്നൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഈ ചെങ്ങായിയ. ചെക്കിയാട് ബീവിൻ്റെ അടുത്ത് ഒരാൾ പോയി. അപ്പോൾ ബീവി പറഞ്ഞു പേരോടിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനല്ല, എൻ്റെ കോലത്തിൽ ജിന്ന് പോയതാണ്. അപ്പോൾ വഹാബി പറഞ്ഞു ഇനി ഏത് പെണ്ണും പേരോട് വന്നാൽ ജിന്നാന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയതല്ലേ. സിറാജുൽ ഹുദയിൽ ദിക്റുകൾക്ക് നടത്തുമ്പോൾ ജിന്നുകൾ വന്ന ചരിത്രം ഇയാൾ പറഞ്ഞിട്ടില്ലേ? ജിന്നുകളിൽ നിന്ന് തന്നെ എനിക്ക് വിവരം കിട്ടിയെന്ന് അറിഞ്ഞ് നിങ്ങളെ സദസ്സിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. ചിലപ്പോൾ ബിലീസിന്റെ നേരെ അനുയായികൾ വരലുണ്ടാവും. അപ്പൊ ഇതൊക്കെ തുടങ്ങിയത് ഫുലാനുബിനു ഫുലാന. ഇപ്പൊ അടുത്ത് പറഞ്ഞ് ഞാനൊരു കുട്ടിയെ കണ്ടു, ആ കുട്ടിയെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. കാരണം ഞാൻ മന്ത്രിച്ചു കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് എന്താണോ ഈ പൊട്ടപ്പോഴത്തെ ഇയാളെ പോലെ പറഞ്ഞാരും ഇവിടെ ഇല്ല. അവൻ കൂടി വന്നോട്ടെ. അതാ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ബുഖാരിയിലെ ഹദീസല്ലേ. അപ്പൊ ഖുർആൻ കൊണ്ട് ശിഫയുണ്ട്, അത് വിശ്വസിക്കണം, അത് വിശ്വസിക്കാതിരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, മിനിഞ്ഞാന്ന് എൻ്റെ അടുക്കൽ വില്യാപ്പള്ളിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോ അദ്ദേഹം വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടിയുടെയും ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ കുട്ടി വയറ്റിലുള്ള സമയത്ത് ഡോക്ടർമാർ ഈ കുട്ടിയെ എടുത്തു കളയണം എന്ന് പറഞ്ഞതായിരുന്നു. നിങ്ങളോട് വന്ന് ഞങ്ങൾ ആ സങ്കടം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു എടുക്കണ്ട. ഞാൻ ഡോക്ടർ പറഞ്ഞതിനെതിരിൽ ഇയാൾ പറഞ്ഞു നടന്നു എന്നുള്ള പച്ച നുണ. ഇയാൾ കൊണ്ടുവന്ന ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് പരസ്യം നടത്തി ചൂഷണം നടത്തുന്നതിൽ നിയൽവാദിയെ പോലെ ആരുണ്ട് ലോകത്ത്? അതിന് മറുപടി ആദ്യം പറയും, എന്നിട്ട് മതി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ. ഞങ്ങൾ പറഞ്ഞതൊന്നുമല്ല, ഞങ്ങൾ പറഞ്ഞ അതൊന്നുമല്ല. ഞങ്ങൾ പറഞ്ഞ കറാമത്ത് ആരെ കറാമത്ത? ഞങ്ങൾ പറഞ്ഞ കറാമത്ത് ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് കറാമത്തുകൾ സംഭവിക്കുന്ന ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു വടകര മുഹമ്മദാജി തങ്ങളുപ്പാപ്പ റളിയല്ലാഹു അൻഹു ആ കറാമത്ത് ഞങ്ങൾ പറഞ്ഞപ്പോ അവിടെ അയാൾ കൊണ്ടുവന്നിട്ട് എന്ത് പറഞ്ഞേ? അത് പറയാൻ പാടില്ല, മൗസൂഖും ബിഹിയായ ഇമാമാകണം. എന്തെല്ലാം സിഫത്തും വിശേഷനും ഉണ്ടാക്കി. എന്നിട്ട് ഇയാളുടെ ഏർപ്പിനൊക്കെ ഒരു മടിയില്ലാതെ പറഞ്ഞും ചെയ്തു. അപ്പൊ ചൂഷകരിൽ ഏറ്റവും വലിയ ചൂഷകർ ഇവരാണ്. ഞങ്ങൾ ആവർത്തിക്കുന്നു, ഞങ്ങൾ പറഞ്ഞ കറാമത്തിനൊക്കെ ഞങ്ങൾക്ക് തെളിവുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ചങ്ങായി ഒരു ക്ലിപ്പ് അയച്ചു തന്നു. നിങ്ങൾ വൈരുദ്ധ്യം പറയുന്നു. ഒരു ക്ലിപ്പിൽ നമ്മൾ പറയുന്നുണ്ട്, ഇമാം നബവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശ്വസ്തനായി സ്ഥിരപ്പെടണമെന്നില്ല, ഒരാളുടെ ചരിത്രം പറയുമ്പോൾ അത് സ്വീകരിക്കാൻ. അതങ്ങനെ തന്നെ നിയമം. ഒരാൾ ഒരു താരീഖ് പറയാണ്, താരീഖ് പറയുമ്പോൾ ചരിത്രം പറയുമ്പോൾ ഹദീസ് സ്വീകരിക്കാൻ വിശ്വസ്തനാകുന്ന രൂപത്തിലുള്ള ഒരു വിശ്വസ്തനാകണമെന്നില്ല. ദഈഫായാലും കുഴപ്പമില്ല, ദഈഫായ ചരിത്രവും സ്വീകരിക്കാം. അങ്ങനെ തന്നെയാണ്, അതിലാർക്കാ തർക്കം? അതേ സമയത്ത് ദഈഫിന്റെ അപ്പുറം പോകാൻ പാടില്ല. അതേതാ? മൗദൂ, കള്ളത്തരം പറയുന്ന ആളാണെന്ന് ഉറപ്പായാൽ അവന് സ്വീകരിക്കാൻ പാടില്ല. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഒരാളെ ഞങ്ങൾ കണ്ടു, മടവൂർ കാഫിരിയിൽ പറഞ്ഞ ആളെന്നെ, പക്ഷെ അയാളെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ അയാൾ വിശ്വസ്തനല്ല എന്ന് പറഞ്ഞാൽ ചരിത്രം സ്വീകരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള വിശ്വസ്തൻ പോലുമല്ല. ഉദാഹരണം പറയുന്നത് നേൽവാദിയാണ്, മൗദൂആണ്, എടുക്കാനേ പാടില്ല. എന്തിനാ ഞങ്ങൾ 2 സന്ദർഭത്തിൽ പറഞ്ഞു, ഇത് 2 സെക്കൻഡ് എടുത്ത് അതാ നിങ്ങളെ ദഅവത്ത്. എന്നിട്ട് അതിലൊരു ക്ലിപ്പും വെച്ചിന്, ഞാൻ അവിടെ അതും പറയും ഇവിടെ ഇതും പറയും.
അതേതാ സംഭവം എന്നറിയോ? പേരോട് പറഞ്ഞ വാക്ക് ഞാൻ ഉദ്ധരിക്കാം. പേരോട് ഒരേ വിഷയം വാഴക്കാട് വന്നിട്ട് പറഞ്ഞു ഒരു രൂപത്തിൽ, അപ്പുറത്ത് വേറെ രൂപത്തിലും പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു അത് ഞാൻ അവിടെ അത് പറഞ്ഞു, ഇവിടെ ഇങ്ങനെയും പറഞ്ഞു. അത് അയാളെ വാക്കാ. എടോ, ആണത്തമുണ്ടെങ്കിൽ കിതാബ് വെച്ച് വാ. ഞങ്ങൾ വായിക്കുന്നത് ഹദീസല്ലേ, ആയത്തല്ലേ, പ്രമാണങ്ങളല്ലേ, മങ്കൂസ് മൗലിദല്ലേ? ഇത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് മറുപടി പറയാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ?